ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് തുടർന്ന് ചെയ്യണമെന്ന്. നിങ്ങളുടെ കാറിൻ്റെ എനർജി ആകാശിക് റെക്കോർഡിലൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു 1 വീക്കിൽ വരാൻ പോണത് നമുക്ക് നോക്കാം. King of Wands, the Star, 7 of Swords. The Squirrel and Chestnut, the Cat and Lavender, the Antelope and Wheat. ഇതിൽ ബോട്ടം വന്നിട്ടുള്ളത് വൂൾഫ് ആൻഡ് റോസ് ഷിപ്പ്. ദ വൂൾഫ് ആൻഡ് റോസ് ഹിപ്പാണ്, റോസ് ഹിപ്പ്. അപ്പോൾ ഇതിലാദ്യം വന്നിട്ടുള്ളത് കിങ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ ആകാശിക് റെക്കോർഡിൽ നിങ്ങളോട് പറയുന്നത് ഇത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ഒരു ശക്തിയുണ്ട്. നിങ്ങളെ നിയന്ത്രിക്കാനും നിങ്ങളെ ഗൈഡ് ചെയ്യാനും നിങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാനും ഉള്ള ഒരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ മറ്റുള്ളവർ വഴി കാണിക്കാൻ കാത്തിരിക്കാതിരിക്കുക. നിങ്ങൾ തന്നെയാണ് വഴി കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടത്. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആത്മാവ് ഇപ്പോൾ നിങ്ങളൊരു പുതിയ ഉത്തരവാദിത്വത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ചെറുതായി കാണാതിരിക്കുക. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, എനിക്ക് എൻ്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ വന്നിട്ടുള്ള സ്റ്റാറാണ്. ഇതൊരു കുറച്ച് നോഡിറ്റി ഉള്ളതുകൊണ്ട് ഇതാക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൽ നിങ്ങളെ ഈ പ്രപഞ്ചം തന്നെ ഒരു വഴി കാട്ടുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു സമയം ഒരു ഹീലിംഗ് നടക്കുന്നൊരു സമയമാണ്. അത് പ്രപഞ്ചമായിട്ട് നിങ്ങളെ ഹീൽ ചെയ്യിപ്പിക്കുന്നു എന്നാണ്. സ്വയം ഇത് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഹീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോൾ ഒരു ടൈം പീരീഡ് ചെയ്തില്ലെങ്കിലും ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്വയം ഹീൽ ചെയ്ത് പോകും. അതുപോലെ ഈ ഒരു സമയം നിങ്ങളുടെ മുറിവുകൾ, നിങ്ങളുടെ വൂണ്ടല്ല, നിങ്ങൾക്ക് പണ്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം സ്വയം അത് ഹീലായി കൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇതിനകത്ത് സ്റ്റാർ പറയുന്നത്. അപ്പം ഇതിൽ നിങ്ങൾ ആ ഹീലിംഗ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെയും ഇപ്പം അതിനത്ര ഇൻറ്റൻസിറ്റി ഇല്ലല്ലോ ഞാൻ ഓർക്കുമ്പോൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അടുത്ത 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിൽ ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാതിരിക്കുക, തന്ത്രം പ്രയോഗിക്കുക. ഇതൊക്കെ ഇപ്പം നിങ്ങളുടെ കറണ്ട് എനർജി ഇതാവുമ്പോൾ നിങ്ങളിതൊക്കെ സ്വയം മനസ്സിലാക്കി വെക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഈ റീഡിങ് വരുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ച കാര്യം തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയാതിരിക്കുക. ഇനി ഒരു സ്ട്രാറ്റജിയുടെ ആവശ്യമുണ്ട്. നമ്മൾ മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യവും പുറത്ത് എല്ലാവരോടും പറയുന്നത് കൊണ്ടാണ് പല കാര്യങ്ങളും ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുന്നത് വരെ, അല്ലെങ്കിൽ ആ ഒരു പ്ലാനിങ് അല്ലാതെ അത് റിയാലിറ്റിയിലേക്ക് വരുന്നത് വരെ നിങ്ങൾ പുറത്ത് പറയാതിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മൾ ബുദ്ധി കൊണ്ട് നേരിടേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഈ ഒരു സമയം കുറച്ച് ബുദ്ധിയൊക്കെ വേണം. ബുദ്ധിപൂർവ്വം ചില കാര്യങ്ങൾ ആലോചിക്കണം, തീരുമാനിക്കണം എന്ന് നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ടെന്നാണ് കാണുന്നത്.
അപ്പോൾ ഈ ആഴ്ച നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരോടും പറയാതിരിക്കുക. ചില കാര്യങ്ങൾ അത് പറയേണ്ട സമയമാകുമ്പോൾ നിങ്ങൾക്ക് പറയാം. ഇപ്പം പറയണ്ട, പറയേണ്ട സമയമാകുമ്പം ദൈവം തന്നെ നിങ്ങൾക്ക് അത് പറയിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കും. ആ ഒരു സമയത്ത് മാത്രം പറയുക എന്നുള്ളതാണ്. പിന്നെ എടുത്ത് വന്നിട്ടുള്ളത് സ്കൈറൽ ആൻഡ് ചെസ്റ്റ്നട്ടാണ്. ഇതിൽ ഈ അണ്ണാനെന്ന് പറയുന്നത് ഭാവിയിലേക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു ജീവിയാണ്. പിന്നെ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ നാളത്തെ വിജയത്തെ ഉണ്ടാക്കും എന്നാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക. നിങ്ങൾക്കൊരു കാര്യം വന്നാൽ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരാഴ്ച നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പ്ലാൻ ചെയ്യാനും മാത്രമല്ല, ഫ്യൂച്ചറിലേക്കൊരു അടിത്തറ ഉണ്ടാക്കാനും ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർഡായി ഇരിക്കുക. പിന്നെ ക്യാറ്റ് ആൻഡ് ലാവൻഡറാണ്. അപ്പോൾ ഇതിൽ ഇൻഡിപെൻഡൻസ് ആണ്. അപ്പോൾ ഈ പൂച്ചയുടെ പ്രത്യേകത അറിയാമല്ലോ, അത് അതിൻ്റെ വഴിയിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മൾ തെളിക്കുന്ന വഴിയിലൂടെ പൂച്ച നടക്കില്ല. പൂച്ചയ്ക്ക് സ്വയം തോന്നണം എന്ത് ചെയ്യാനും. പൂച്ച എങ്ങോട്ട് പോകണമെന്ന് പൂച്ച വിചാരിക്കും, അല്ലാതെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ പൂച്ച അങ്ങോട്ട് പോകില്ല. അപ്പോൾ പൂച്ചയ്ക്ക് യജമാനനില്ല എന്നുള്ളതാണ്. ഒരു ജീവിയും പോലെ അല്ല പൂച്ച. കാരണം ഇപ്പം നമ്മളെയൊക്കെ മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റും, പക്ഷെ പൂച്ചയെ അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് അതിൻ്റെ യജമാനൻ. അപ്പോൾ ഇതിൽ ഈ ലാവൻഡർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ, പ്യൂരിറ്റിയാണ്. പിന്നെ അത് സമാധാനവും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ അംഗീകാരത്തിനായിട്ട് ഇരിക്കാതിരിക്കുക, നമുക്ക് നമ്മളുടെ ആത്മാവിൻ്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാനാണ്. നമ്മളെ ഇൻഡ്യൂഷൻ എന്താണോ പറയുന്നത്, നമ്മളായിരിക്കണം നമ്മളുടെ യജമാനൻ. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം കേട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ല. ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എപ്പോഴും നമുക്ക് ആ ഒരു ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. പക്ഷേ ഈ ഒരാഴ്ച നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് നിങ്ങൾക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുക, നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനുമായിട്ട് കണക്ട് ചെയ്ത് ഇരിക്കുക. പിന്നെ ആൻറ്റലോപ്പ് ആൻഡ് വീറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ നറിഷ്മെൻ്റാണ്. അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ ശരീരവും മനസ്സും മാത്രമല്ല നിങ്ങളുടെ ആത്മാവും അത് ഒരു പോഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ആരോഗ്യമുള്ള മനസ്സിലൂടെയാണ് ആരോഗ്യമുള്ള നല്ല ചിന്തകൾ വരുന്നത്. അപ്പോൾ അതാണ് വളർച്ചയ്ക്ക് അടിസ്ഥാനം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ലക്ഷ്യം കണ്ടെത്താനും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് വിശ്രമം വേണം. പിന്നെ ഒരു സ്പിരിച്വലായിട്ടുള്ള കുറേ അറിവുകളും നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് നേടണം എന്നും കൂടിയാണ് പറയണത് കേട്ടോ. അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തണം. നമുക്ക് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. പക്ഷേ നിങ്ങൾ ഇതിലെല്ലാത്തിനും സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്ത് ബോട്ടം വന്നിട്ടുള്ളത് ദ വൂൾഫ് ആൻഡ് റോസിപ്പാണ്. അപ്പോൾ ഇതിൽ വൂൾഫ് എന്ന് പറയുന്നത് ഒരു പ്രൊട്ടക്ഷൻ ആനിമലാണ് കേട്ടോ, ഒരു സ്പിരിറ്റ് ആനിമലാണ് വൂൾഫ്. അപ്പം വൂൾഫ് എന്ന് പറയുന്ന ഒരു ഗൈഡാണ്. അപ്പം ശരിക്കും വിശ്വസ്തതയുള്ള ഒരു ജീവിയാണ്, ഒരു സ്പിരിറ്റ് ആനിമലാണ്. അപ്പോൾ ഈ റോസിപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ ശക്തിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഉള്ളിൽ ശക്തിയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു ആത്മീയമായ ഒരു ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട്. ആ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇതാണ് ഈ ഒരാഴ്ചത്തെ എനർജി. വളരെ പ്രൊട്ടക്ഷനും
ധൈര്യവും ഒക്കെയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായും. പ്രതിസന്ധികളിൽ തളരാതെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഇത് നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആ ആൻസസ്റ്റേഴ്സ് നിങ്ങളെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഈ ഒരു സമയം നിർത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു സമയത്തെ നിങ്ങളുടെ എനർജി. അപ്പോൾ ഇതിന് നിങ്ങൾ ഈ ഒരു സമയം ഹീലിംഗ് നടക്കുമെന്നാണ് കേട്ടോ. അത് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും. ഈ ഒരു 1 വീക്കിലെ എനർജിയാണ് നമ്മളെടുത്തത്. നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് തനിയെ തന്നെ ഹീൽ ചെയ്യപ്പെടുന്നു. അപ്പം നമുക്കായിട്ട് നമ്മളുടെ ഇൻഡ്യൂഷൻ കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് ഈ ഒരു സമയം മറ്റുള്ളവർ മനസ്സിലാക്കുകയും മാത്രമല്ല ഇപ്പം നമുക്ക് തന്നെ അറിയാം ഇതെനിക്ക് പറ്റുന്ന കാര്യമാണ് എന്ന് സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എനർജി എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകാൻ ശ്രമിക്കുക. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.